ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ കാവിൽ ഭഗവതി കുടുംബക്ഷേത്രമാണിത് കേട്ടോ. ഇത് വളരെ പഴക്കം ചെന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു 3 വർഷത്തോളമായിട്ടുള്ളൂ പുനരുദ്ധാരണം നടത്തിയിട്ട്. ഇത് 10ാം ദിവസം ദേവിയുടെ ശ്രീകോവിൽ അണിയിച്ചൊരുക്കിയ ദൃശ്യങ്ങളാണ്. യോഗീശ്വരനാൽ സ്ഥാപിതമായ ശ്രീ ഭദ്രകാളി ക്ഷേത്രം, അതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അതുപോലെ ഒത്തിരിയും പഴയ കഥകളും ഒക്കെ പപ്പയിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള അറിവുകളുണ്ട്. ഒത്തിരിയും പഴങ്കഥകളും ചരിത്രപ്രധാനമായ കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കുംഭഭരണിയാണ് ഉത്സവം. 10ാം നാൾ കുംഭഭരണി കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് നമ്മൾ ഉത്സവമായിട്ട് കൊണ്ടാടുന്നത്. അപ്പം 1ാം ദിവസം കൊടിയേറി അന്ന് മുതൽ 9 ദിവസം തോറ്റമ്പാട്ടോടു കൂടിയുള്ള ഉത്സവം തന്നെയാണ് ഞങ്ങളുടേത്. അപ്പോൾ കൊടി മരം ഉയർത്തുന്ന ദൃശ്യമായി കാണുന്നത്. നമ്മളുടെ കുടുംബാംഗങ്ങളും എല്ലാവരും സന്നിഹിതരായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഭക്തിപൂർവ്വം എല്ലാവരും കൂടെ ദേവിയുടെ കൊടിമരം സ്ഥാപിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. മഞ്ഞൾ പൂശി അതുപോലെ തന്നെ തോരണങ്ങളൊക്കെ തൂക്കി കൊടിമരം വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് ദേവിയുടെ തിരുനടയുടെ മുന്നിൽ അത് സ്ഥാപിക്കുക കേട്ടോ. ഇങ്ങനെ കൊടിമരം മണ്ണിൽ ഉറച്ച് നിർത്തി കൊടി ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ഈ കൊടി ഉയർന്ന അതേ ദിവസം തന്നെ തോറ്റമ്പാട്ട് ആരംഭിക്കും. ഇവിടെ നടയ്ക്ക് മുന്നിൽ തന്നെ തോറ്റമ്പാട്ട് 9 ദിവസത്തെ തോറ്റമ്പാട്ടുണ്ടാവും. അതായത് അശ്വതിയുടെ അന്ന് വരെ നമ്മൾ തോറ്റമ്പാട്ടുണ്ടാവും. പിറ്റേന്ന് കുംഭഭരണി, അത് നമ്മളുടെ ഉത്സവം. അശ്വതിയുടെ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊങ്കാല നിവേദ്യം നടത്തി. അതുപോലെ പറയിടിയിലും ഉണ്ടായിരുന്നു കേട്ടോ. ദേവിക്ക് പറസമർപ്പണം അതും ഉണ്ടായിരുന്നു. അത് വീഡിയോ ആയിട്ടുള്ള ദൃശ്യങ്ങളില്ല, അതുകൊണ്ടാണ് ഫോട്ടോസ് ഇട്ടേക്കുന്നത് കേട്ടോ. അതുപോലെ ഉച്ചയ്ക്ക് അന്നദാനം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ എല്ലാം പങ്കെടുത്ത ഒരു അന്നദാനമായിരുന്നു. വളരെ വിജയകരമായ രീതിയിൽ, നല്ല രീതിയിൽ അന്നദാനത്തിൽ എല്ലാവരും വന്ന് പങ്കെടുത്തു. അന്ന് വൈകിട്ട് ദേവിക്ക് മുന്നിൽ നല്ല പോലെ ദീപങ്ങൾ കൊണ്ട് വിധാനിച്ച് ദീപാലങ്കാരം കാഴ്ച ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള നിലവിളക്കുകളും ചിരാതുകളും അതുപോലെ തന്നെ നമ്മളെ പല മോഡലുകളിലുള്ള ലൈറ്റുകൾ കൊണ്ടും അതുപോലെ വൈദ്യുത വിളക്കുകളുടെ അലങ്കാരങ്ങളും കൊണ്ടും നമ്മളുടെ അമ്പലം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ചെറിയ കുട്ടികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു. ഇനി നമുക്ക് ഭരണി ദിവസത്തെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ
നമ്മൾ ശിങ്കാരിമേളത്തോടും ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടും കൂടി ചേനാമത്ത് ക്ഷേത്രത്തിലേക്ക് ചമയവിളക്കും അതുപോലെ തന്നെ താലപ്പൊലിയുമായിട്ട് ദേവിയെ നമ്മൾ ആനയിച്ച് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ദേവിക്ക് അവിടെ സ്വീകരണം ഉണ്ടായിരുന്നു. നമ്മളുടെ കാവൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചേനാമത്ത് മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമായ ക്ഷേത്രം കേട്ടോ. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. എല്ലാവരും ചേർന്ന് അങ്ങനെ അങ്ങോട്ട് യാത്രയാവുകയാണ്. വൈകുന്നേരം കലാപരിപാടികളായിട്ട് ഡാൻസ്, കൈകൊട്ടിക്കളി ഇതൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാംസ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒന്നും വിഷ്വൽസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ഉത്സവം അങ്ങനെ വളരെ മനോഹരമായിട്ട് നന്നായി നടന്നു കേട്ടോ.